പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സംയുക്തമായിട്ടുള്ള തിരുനാൾ നമ്മൾ കോവിഡ് റെസ്ട്രിക്ഷനുകളോടുകൂടി തന്നെ ആഘോഷിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ നാട്ടിൽ കോവിഡ് കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പല പള്ളികളിലും വിശുദ്ധ കുർബാന നടക്കുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ പരിമിതമായ സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു വിശുദ്ധ ബലിയും തിരുനാളും ആഘോഷിക്കാൻ സാധിച്ചതിനോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടേതായിട്ടുള്ള വ്യക്തിപരമായ ആഗ്രഹങ്ങളും നിയോഗങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ച് ഈ തിരുനാൾ ദിനത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് തിരുനാൾ സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട ജിസ് കുന്നമ്പുറത്തച്ഛനാണ്. അച്ഛൻ ഇടയ്ക്കൊക്കെ നമ്മെ സഹായിക്കാറുണ്ട്. ഇന്നത്തെ ദിവസം നമ്മെ പ്രബുദ്ധരാക്കാനും തിരുനാളിൻ്റെ സന്ദേശം തരുന്നതിന് വേണ്ടിയും അച്ഛനിവിടെ വന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അച്ഛൻ്റെ പ്രവർത്തന മേഖലയും നമുക്ക് സമ്പൂർണ്ണമായി സമർപ്പിച്ച് അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് ഭക്തിപൂർവ്വം ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയൊടി ബലിയർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം.
സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരനെ മനുഷ്യവർഗത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ മിശിഹായ്ക്ക് ജന്മം നൽകിയ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് മാതാവായി തന്ന് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയുടെ രക്ഷാരഹസ്യങ്ങളുടെ അനുസ്മരണവും ആഘോഷവുമായി ബലി യോഗ്യതാപൂർവം അർപ്പിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. നല്ലതും ഉചിതവുമല്ലോ നാം പാടുക ദൈവസ്തുതിഗീതം. വാഴ്ത്താം അവനുടെ തിരുനാമം. ദൈവം നിത്യം സ്തുത്യർഹൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം
അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളേക്ക് പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മത്തിരു നിത്യമഹോന്നതമാ ഉത്താരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഢനും ഫലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 9. ഇസ്രായേലിനെ കേട്ടാലും നിങ്ങൾ ഇന്ന് ജോർദാൻ കടന്ന് നിങ്ങളെക്കാൾ വലുതും ശക്തവുമായ ജനതകളെയും ആകാശത്തോളം ഉയർന്ന കോട്ടകളാൽ വലയം ചെയ്യപ്പെട്ട വിശാലമായ പട്ടണങ്ങളെയും കൈവശപ്പെടുത്തുവാൻ പോവുകയാണ്. ഉയരമേറിയവരും വലിയവരുമായ ആ ജനതകൾ നിങ്ങൾ അറിയുന്ന അനാഥിമുകളാണ്. അനാഥമിന്റെ മക്കളുടെ മുമ്പിൽ നിൽക്കുവാൻ ആർക്ക് കഴിയും എന്ന് ആരെ പറ്റി നിങ്ങൾ പറഞ്ഞു കേട്ടിരുന്നുവോ അവരാണിത്. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദഹിപ്പിക്കുന്ന അഗ്നിയായി നിങ്ങളുടെ മുൻപിൽ പോകുന്നതെന്ന് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരെ പുറത്താക്കുകയും നശിപ്പിക്കുകയും ചെയ്യുവാൻ നിങ്ങൾ മുന്നേറുമ്പോൾ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ അവരെ തോൽപ്പിക്കുകയും നിശേഷം നശിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കം ചെയ്ത് കഴിയുമ്പോൾ എന്റെ നീതി നിമിത്തമാണ് കർത്താവ് ഈ സ്ഥലം അവകാശമാക്കുവാൻ എന്നെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾ ഹൃദയത്തിൽ പറയരുത്. ഈ ജനതകളുടെ ദുഷ്ടത നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുന്നിൽ നിന്ന് നീക്കിക്കളയുന്നത്. നിങ്ങളുടെ നീതിയോ ഹൃദയ പരമാർത്ഥതയോ നിമിത്തമല്ല നിങ്ങൾ അവരുടെ രാജ്യം കൈവശമാക്കുവാൻ പോകുന്നത്. ആ ജനതകളുടെ ദുഷ്ടത നിമിത്തവും നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരോട് കർത്താവ് ചെയ്ത വാഗ്ദാനം
നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ നീതി നിമിത്തമല്ല ഈ നല്ല ദേശം നിങ്ങൾക്ക് അവകാശമായി തരുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങൾ ദുശാഠ്യക്കാരായ ജനമാണ്. അവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാം ഹല്ലേലൂയാ ഗീതികളാം പരിശുദ്ധ കന്യാമറിയത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, നിങ്ങൾ കർത്താവിനെ സന്തോഷിക്കുവാൻ. ഒരേ കാര്യം വീണ്ടും എഴുതുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല. നിങ്ങൾക്ക് അത് കൂടുതൽ സുരക്ഷിതത്വം നൽകും. നായ്ക്കളെയും തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും പരിച്ഛേദനവാദികളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദകർ. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ. എന്നാൽ എനിക്ക് ശരീരത്തിനും പ്രത്യാശ വയ്ക്കാൻ കഴിയും.
ശരീരത്തിൽ പ്രത്യാശയുണ്ട് എന്ന് വിചാരിക്കുന്ന ആരെയെങ്കിലും കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട്. കാരണം 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരിസേയൻ, തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിന്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ. എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി. അത് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന് ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവന്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവന്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈശോയിൽ സ്നേഹമുള്ള ആൻഡോച്ച ഇടവക കുടുംബാംഗങ്ങളെ, എത്രയോ മനോഹരമാണ് ഇന്ന് ഈ തിരുനാൾ നിങ്ങൾ ആചരിക്കുക. കാരണം വളരെ കൂടുതൽ ആളുകൾ ഇതിനൊക്കെ ആഗ്രഹിച്ചു. കാലഘട്ടത്തിൻ്റെ
പ്രത്യേകതകൾ കൊണ്ടും മഹാമാരി കൊണ്ടുമൊക്കെ ഇതിലൊന്നും പങ്കുചേരുവാൻ കഴിഞ്ഞില്ല. ആൻഡോച്ചൻ പറഞ്ഞു, ജിസെ വരുമ്പോൾ ഒരു പ്രസംഗം എഴുതിക്കൊണ്ട് വരണം, അല്ലെങ്കിൽ ഒരുങ്ങണം. എഴുതിക്കൊണ്ട് വരണം എന്നല്ല, ഒരുങ്ങണം. ഞാൻ വാഗ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി തിരുവചനം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ഇതാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 30-ാം തിരുവചനം. ഞാൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ വിശുദ്ധീകരിച്ചു. വാഗയിലുള്ളവരൊക്കെ കൃപയുള്ളവരാണ്. വാഗയിലൊക്കെ ഉള്ളവര് അഭിഷേകമുള്ളവരാണ്. ദൈവം എല്ലാത്തിൽ നിന്നും മാറ്റി പരിശുദ്ധ അമ്മയുടെയും സെബസ്ത്യാനോസിൻ്റെയും തോമാസ് ലിഹായുടെയും അൽഫോൻസാമയുടെയും, ഇനി ആരെങ്കിലും വിട്ടുപോയോ? ഇല്ലല്ലോ. ആ അന്തോണിസിന്റെ ആളിൻ്റെയും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ. ആ പതിഞ്ഞിരിക്കുന്ന സാധികാര്യങ്ങളുടെ മധ്യസ്ഥൻ. തിരുനാൾ ആചരിക്കുക എന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി, അല്ലെങ്കിൽ കർമ്മ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ജോലി മേഖലകളിലൊക്കെ വിശുദ്ധി പടരുവാൻ വേണ്ടിയുള്ള തിരുനാൾ ആഘോഷം. സത്യം പറഞ്ഞ ഇന്ന് എൻ്റെ മനസ്സിലുള്ളത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, സഞ്ചാരത്തെക്കുറിച്ചുള്ള ചിന്ത, വിചിന്തനം. 2, ഇവർ നൽകിയ സന്ദേശത്തെക്കുറിച്ചുള്ള വിചിന്തനം. പരിശുദ്ധ അമ്മയെ നോക്കിയാലും വിശുദ്ധന്മാരെ നോക്കിയാലും നമുക്ക് കിട്ടുന്ന ഏറ്റവും മൂല്യപ്പെട്ട കാര്യമാണ് ഒന്ന്, അവർ നടത്തിയ സഞ്ചാരങ്ങൾ. അല്ലെ? ഏത് വിശുദ്ധന്റെ ജീവിതം എടുത്തോ. അതുകൊണ്ടാണ് അച്ഛൻ തിരുവചനം വായിച്ചപ്പോൾ ലൂക്കായുടെ സുവിശേഷം പറഞ്ഞ് എലിസബത്തിനെ കാണാൻ വേണ്ടി മറിയം യൂദയ മലപ്രദേശത്തിലൂടെ ഓടുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഓട്ടം വെറുതെ ഓടുന്നതല്ല. തൻ്റെ സഹയാത്രികയായ എലിസബത്തിന്റെ ജീവിതത്തെ ആശീർവദിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ. അതൊരു ദൈവിക സഞ്ചാരമല്ലേ? അല്ലേ? നമ്മളൊക്കെ ഓർത്തുപോയ ഏറ്റവും വലിയ സഞ്ചാരമാണ്. ഇതുപോലെ തന്നെ വേറൊരു സഞ്ചാരമുണ്ട്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13 ഈശോ ശിശുവായി ജനിച്ചപ്പോൾ, കാലിത്തൊഴുത്ത് ജനിച്ചപ്പോൾ ഹെറോദോസിനെ പേടിച്ച് അമ്മയും പരിശുദ്ധ അമ്മയും യേശുപിതാവും ഈശോയെ എടുത്തുകൊണ്ട് ഓടുന്നുണ്ട്. ഓടുക, സഞ്ചരിച്ച് ദൂരെ മാറി നിന്ന് വധഭീഷണിയൊക്കെ ഒഴിവായ ശേഷമാണ് തിരിച്ചു വരിക. അപ്പൊ പരിശുദ്ധ അമ്മ നടത്തിയ സഞ്ചാരങ്ങളൊക്കെ അനുഗ്രഹത്തിന്റെ സഞ്ചാരങ്ങളായി മാറി. നമ്മൾ ഓർത്തു നോക്കി, നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന അൽഫോൻസാമ സഹനത്തിന്റെ സഞ്ചാരികയായിരുന്നു. വേദനകൾ ഏറ്റെടുത്ത് സ്വന്തം സഹനത്തെ ഏറ്റെടുത്തുകൊണ്ട് പുത്രന്റെ സഹനത്തോട് കൂട്ടിച്ചേർത്തു. അല്ലെങ്കിൽ അന്തോണീസിനെ എടുത്തു നോക്കി, സെബസ്ത്യാനോസിനെ എടുത്തു നോക്കി. ഓരോ ജീവിതത്തിലും വിശുദ്ധന്മാര് നൽകിയ അത്ഭുതകരമായ സഞ്ചാരമാണ് ദൈവിക സഞ്ചാരമാക്കി മാറ്റിയത്. ഞാൻ ഓർത്തുപോയി, ഇത് വായിച്ചപ്പോൾ ഞാൻ തന്നെ ഓർത്തു പോവാണ്, ചിന്തനം ചെയ്തൊരു കാര്യമാണ്. എൻ്റെ പുരോഹിത ജീവിതവും ഇതൊരു സഞ്ചാരമായിരുന്നു. ഞാൻ പറയാം, ചെറുപ്പത്തിൽ ഞങ്ങൾ 2 പേരാണ് വീട്ടിലുള്ളത്. എനിക്കൊരു സഹോദരൻ. കുഞ്ഞുനാളിൽ സഹോദരനെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. എല്ലാ കുസൃതി തരത്തിലും അടി കൂടുന്ന ഒരു സ്വഭാവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അപ്പനും അമ്മയും പറയും, സഹോദരനാണ്, നീ സ്നേഹിക്കണം. ഇച്ചിരി കൂടി ഒരു തിരിച്ചറിഞ്ഞായപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളിലും എൻ്റെ അപ്പനായിരുന്നു എൻ്റെ മുൻപന്തിയിൽ നിന്ന മാതൃക. നിങ്ങൾക്കറിയാലോ, അപ്പൻ വോളിബോൾ കളിക്കാൻ പോകുന്നു, ഓടാൻ പോകുന്നു, ചാടാൻ പോകുന്നു, എന്തിനും ഞാനും ഉണ്ട് അപ്പൻ്റെ പുറകെ. റബ്ബർ കൊട്ടാൻ പോകുന്നു, ഒപ്പം ഞാനും ഉണ്ട്. പക്ഷേ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അപ്പം ശാസ്ത്ര തുടങ്ങി. ഞാൻ അപ്പനിൽ നിന്നും മാറി. പിന്നെ ഞാൻ അമ്മയെ പിന്തുടർന്നു. അമ്മ പറയുന്ന കാര്യങ്ങൾ, അമ്മ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളൊക്കെ
എൻ്റെ മനസ്സിൽ അച്ചിട്ടായിട്ട് പതിഞ്ഞു. പിന്നീട് ഇച്ചയോട് തിരിച്ചറിഞ്ഞായപ്പോൾ അമ്മയ്ക്ക് അത്ര സൗന്ദര്യം പോരാ, അമ്മയെ കൂട്ടിക്കൊണ്ട് നടക്കാൻ പോരാ, അമ്മ പോകുന്നിടത്തോടൊന്നും പിന്നെ പോകാറില്ല. കാരണം ഞാൻ വളർന്നു. അമ്മയുടെ മകനെന്ന് പറയുവാൻ ഞാൻ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. പിന്നീട് സന്യാസ സമൂഹത്തിൽ ചേർന്നു. നല്ല വൈദികന് മാതൃകയായി, നല്ലവരെ പിന്തുടർന്നു. ചിലരൊക്കെ തെറ്റുകൾ കണ്ടുപിടിച്ചു, അവരിലുള്ള കുറ്റങ്ങളെ വിശേഷിപ്പിച്ച് ഞാൻ ജീവിച്ചു. പിന്നീട് വൈദികനായി തിരുസഭ നന്നാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ തിരുസഭയിലെ മുഴുവൻ ആളുകളെയും നന്നാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷേ പിന്നീട് മനസ്സിലാക്കി ഞാൻ അവരെ നന്നാക്കിയിട്ട് കാര്യമില്ല, സ്വന്തം നന്നാകണമെന്ന്. ഇതൊരു പ്രയാണമാണ്. ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നടന്ന് 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 കയറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സഞ്ചാരം അർത്ഥപൂർണമാകണമെങ്കിൽ അടുത്ത പടിയാണ് സന്ദേശം. പരിശുദ്ധ അമ്മ മലമ്പ്രദേശത്തിലൂടെ ഓടിയത് അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന സഞ്ചാരമാക്കി മാറ്റുവാൻ വേണ്ടിയാണ്. 2 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചു. സഞ്ചാരത്തിൻ്റെ നെഗറ്റീവ് വശമുണ്ട്, പോസിറ്റീവ് വശമുണ്ട്. നെഗറ്റീവ് വശം മാത്രം ഞാൻ നോക്കിയാൽ വിദ്യാഭ്യാസമുള്ള ഒരു പിശാചൻ തന്നെ വേണേ വിശേഷിപ്പിക്കാം. പക്ഷേ നന്മ പ്രതീക്ഷിച്ചാൽ ദൈവികതയുള്ള മനുഷ്യനെന്ന് നിങ്ങൾക്ക് എന്നെ വിളിക്കാം. 2 തലവും എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരുവചനത്തിൽ വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ കാണും, അബ്രാഹത്തിനെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 12-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, അബ്രാഹമേ, നീ ദൂരത്തേക്ക് ഓടുക, നിന്റെ ദേശം വിട്ട് നീ മാറുക. അല്ലെങ്കിൽ മോശയോട് പറയുന്നുണ്ട് പുറപ്പാടിന്റെ പുസ്തകത്തിൽ, മോശ തൻ്റെ കഠിനതകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിന്റെ ജീവിതം മാറ്റാൻ വേണ്ടി ഓരോ സന്ദർഭത്തിലും ഈശോ ഇടപെട്ട് അവൻ്റെ സാഹചര്യം മാറ്റി സഞ്ചാരം ക്രമീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് നോക്കുന്നത് നല്ലതാണ്. നമ്മളൊക്കെ നമ്മുടെ സഞ്ചാരപഥങ്ങൾ എവിടെയാണ് എന്ന്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ആലോചിയത്, നമ്മുടെ സഞ്ചാരമൊക്കെ കൈവിട്ടു പോയി. ഇപ്പം വാട്സപ്പ്, മെസ്സഞ്ചർ, യൂട്യൂബ്. എൻ്റെ പാപ്പനെ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചു, പാപ്പ എന്നാ ഉണ്ട് വിശേഷം? പാപ്പൻ പറഞ്ഞു, അധികം ഒച്ചത്തിൽ പറയത്തില്ല, എങ്കിലും പറയാം, സുഖമാണ്. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി, കൊറോണ വല്ലതും ആണോ? അല്ല മകനെ, കൊറോണയൊന്നും അല്ല, ആൻറ്റി യൂട്യൂബിലാണ്. ഞാൻ ചോദിച്ചു, ആൻറ്റി യൂട്യൂബിലോ? പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ബാത്റൂമിലാണ്, യൂട്യൂബിലോ? ഓ, അത് നിനക്കറിയാമോ? ആൻറ്റി പുതിയ പൊടിക്കൈകളൊക്കെ പാചകവിദ്യയിൽ കേന്ദ്രീകരിച്ച് നേഴ്സിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് യൂട്യൂബിലേക്ക് കയറുകയാണ്. എങ്ങനെ ഇന്ന് ചിക്കൻ വെക്കാം, നാളെ മട്ടൻ വെക്കാം, നാളത്തെ കഴിഞ്ഞ് ഭർത്താവിനെ വെക്കാമെന്നാവുമെന്ന് തോന്നുന്നു. അങ്ങനെ യൂട്യൂബ് ലോകമായി. സന്ധ്യാപ്രാർത്ഥനയുടെ സമയമാണെന്ന് വിചാരിക്കണം. എൻ്റെ സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയ കളിക്കുന്ന കളി കണ്ടു കഴിഞ്ഞാൽ ഇന്ന് അച്ഛന്മാർക്കൊക്കെ പേടി. ഇപ്പം മീഡിയ സഞ്ചാരമായി മാറിയ കാലമായി നമ്മുടേത്. നമ്മുടെ ബ്രെയിനും നമ്മുടെ ചിന്തകളും വ്യക്തിഗതവും ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതവും ഒക്കെ മീഡിയ ഏറ്റെടുത്ത് ഇങ്ങനെ നടത്തുകയാണ്. സ്വർഗലോകത്ത് നടക്കുന്നേക്കാൾ കഷ്ടമായിട്ട്. രണ്ടാമത്തെ ഒരു രംഗം ഞാൻ മനസ്സിലാക്കിയത്, ഇനി ആരെങ്കിലും ഒന്ന് വിളിച്ചോ. പലർക്കും വീട് സന്ദർശനത്തിന് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാമത്തെ സഞ്ചാരമാണ് പള്ളി വിധിയുടെ സഞ്ചാരം. എനിക്കറിയാം, ഏതെങ്കിലും വീട്ടിൽ നിങ്ങളൊന്ന് സന്ദർശിക്കാൻ പോയിക്കോ, നിങ്ങൾ പള്ളിയെ വിധിക്കുന്ന അല്ലെങ്കിൽ ദേവാലയത്തെ വിധിക്കുന്ന സംസ്കാരമായി മാറി, അച്ഛന്മാരെ വിധിക്കുന്ന സംസ്കാരമായി മാറി. ഞാനിപ്പോൾ ആലോചിക്കുക, പേടിച്ചിട്ട് വീടുകളിൽ ഭക്ഷണത്തിന് പോകുന്നില്ല. കാര്യം അവർക്ക് നല്ല സ്നേഹമുള്ളവരാ. ചെന്നിരുന്നു, ഭക്ഷണം വർത്താനം പറഞ്ഞു, 50 രൂപയുടെ ഭക്ഷണം ഉണ്ടാക്കിയ 100 രൂപയുടെ കുറ്റം അച്ഛനെയും പള്ളിയെ പറ്റി പറയും. സഞ്ചാരം കൈവിട്ടുപോയി. ചിലപ്പോൾ ആ അച്ഛനും കൂടെ നിന്നൊക്കെ പറയും. കാരണം എന്താണെന്നറിയാമോ, ഈ കേട്ട് നിൽക്കുന്ന തലമുറ, ഈ മക്കള് അച്ഛൻ്റെ മക്കളൊന്നുമല്ല. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്കുണ്ടായ തലമുറയാ. അവർ പള്ളിയും വേണ്ട, പട്ടക്കാരനെയും വേണ്ടാത്ത അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പൊ സഞ്ചാരം പള്ളി വിധിയുടെ സംസ്കാരമായി മാറി എന്ന് പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, വേദനയോടുകൂടി. ഇനി മൂന്നാമതൊരു കാണുന്നുണ്ട്,
ഈ ലോകത്തില്ലാത്ത ഫാഷൻ സഞ്ചാരങ്ങൾ. ചോദിക്കും, അച്ഛൻ ടീഷർട്ട് ഇടാറില്ല, ജീൻസ് ഇടാറില്ല. മാന്യമായ ഡ്രസ്സ് ഇടുന്നതിനല്ല പറഞ്ഞത്, മറിച്ച് നമുക്ക് ഒരു ബോധവുമില്ല, നമ്മുടെ ശരീരപ്രകൃതിയോ നമ്മുടെ ജീവിത പ്രകൃതിയോ തിരിച്ചറിയാൻ കാണാൻ പറ്റാത്ത തത്വം സഞ്ചാരം. അങ്ങനെയുള്ള വീഡിയോകളും അങ്ങനെയുള്ള ഫോട്ടോകളും ആണല്ലോ നമ്മൾ കൂടുതൽ ഷെയർ ചെയ്യുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സഞ്ചാരം ക്രമീകരിക്കണം. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ചന്ദ്രയാൻ 2 എത്ര ദിവസം അതിനുവേണ്ടി ഒരുങ്ങി, അത് ഭ്രമണപഥത്തിലൂടെ കറങ്ങി 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 അതിനെ എല്ലാ സയന്റിഫിക് മെത്തേഡുകളും ഉപയോഗിച്ചു. അവസാനത്തെ 2.5 കിലോമീറ്ററിനുള്ളിൽ എവിടെ പോയെന്ന് ഒരു പിടുത്തമില്ല. എത്ര ലോജിക്കായിട്ട്, എത്ര സയന്റിഫിക് ആയിട്ട് എല്ലാം ഘടിപ്പിച്ച്, എത്ര മാസങ്ങളോളം ഇരുന്ന് സഞ്ചാര പദങ്ങളെല്ലാം ക്രമീകരിച്ച് ഒരു 2.5 കിലോമീറ്ററിനുള്ളിൽ എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയത്തില്ലാത്തൊരവസ്ഥ വന്നു. അപ്പം പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ പോലെ, സെബസ്ത്യാനോസിനെ പോലെ, തോമാസ് ലീഹായെ പോലെ, അന്തോണിസിനെ പോലെ, അൽഫോൺസാമയെ പോലെ നമുക്കും പറയാൻ പറ്റണം, എൻ്റെ സഞ്ചാരം അത്ര മോശമൊന്നുമല്ല. അപ്പോഴാണ് നമ്മൾ വിശ്വാസത്തിൻ്റെ അടുത്ത പദ്ധതിയിലേക്ക് എടുക്കുക, നമ്മുടെ ജീവിതം സന്ദേശമാകുക, അല്ലെങ്കിൽ ദൈവിക സന്ദേശമായിട്ട് തിരിച്ചറിവുണ്ടാകുക. അതുകൊണ്ടല്ലേ മാതാവിൻ്റെ ഓരോ പ്രത്യക്ഷീകരണത്തിലും ഒരു സന്ദേശം ഉണ്ടാവും. മാതാവ് ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടു, ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടു, മജ്ഗോറിൽ പ്രത്യക്ഷപ്പെട്ടു, ലാസലറ്റിൽ പ്രത്യക്ഷപ്പെട്ടു. പല സ്ഥലങ്ങളിലും മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപക്ഷെ ഒരു വിശുദ്ധന്റെയോ പരിശുദ്ധ അമ്മയുടെയോ പ്രത്യക്ഷീകരണം ഉണ്ടായിരിക്കാം. അതൊക്കെ നൽകുന്നത് ഒരു സന്ദേശത്തിലേക്കാണ്, ദൈവപുത്രനിലേക്ക് തിരിയുവാനുള്ള സന്ദേശം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം അർത്ഥമുള്ളതാണ്. എത്ര കാലം കഴിഞ്ഞാലും അർത്ഥമുള്ളതാണ് അല്ലേ? നമ്മുടെ ചാച്ചനും അമ്മയൊക്കെ പഠിപ്പിച്ച കാര്യങ്ങൾ, ചെറുപ്പത്തിലെ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു വലിയ സന്ദേശമായിട്ട് ഏത് പാതിരാക്കി വിളിച്ചാലും നമ്മുടെ തലയിലുണ്ടാകും. ചിലപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഈ കഴിഞ്ഞ ദിവസം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ വിശുദ്ധ കുർബാനയായിട്ട് എങ്ങനെ കളിച്ചാലും ഒരാഴ്ചയിൽ കുറച്ച് വീടുകളിൽ പോകാറുണ്ട്. വിശുദ്ധ കുർബാനയായിട്ട് പോകുന്നവരൊക്കെ, ഇംഗ്ലീഷുകാരൊക്കെ നമുക്കറിയാം, മിക്കവരും ബെഡിൽ കിടപ്പാണ്. അതും മിക്കവരും തന്നെ 95, 96, 97 ആയവരൊക്കെയാണ്. പക്ഷെ എന്നെ ആശ്ചര്യപ്പെടുത്തി, വളരെ വേദനിപ്പിച്ചൊരു കാര്യമാണ് ഞാൻ ഓർത്തു പോയത്. 94 വയസ്സുള്ള ഒരു അപ്പച്ചൻ എൻ്റെ ഇടവകയിലുണ്ട്. ഞാൻ വിശുദ്ധ കുർബാനയായിട്ട് എല്ലാ ചൊവ്വാഴ്ചയും പോകും. അപ്പം ആളങ്ങനെ കിടപ്പുണ്ട്. ശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നമ്മൾ ചോദിച്ചാൽ അതിന് മറുപടി വളരെ ലൈറ്റായിട്ട് പറയും. ആ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ ഓർത്ത് വല്ല കുമ്പസാരമായിരിക്കും, അല്ലെങ്കിൽ അന്തിലേപനമായിരിക്കും, അങ്ങനെയൊക്കെ ഓർത്തേ. ആ മനുഷ്യൻ പറഞ്ഞു, അച്ഛൻ എങ്ങനെയെങ്കിലും എനിക്ക് കരുണക്കൊന്തയുടെ ഒരു ബുക്ക്, ഒരു 10 ബുക്ക് മേടിച്ചു തരുമോ? ഡിവൈൻ മേഴ്സി ചാപ്ലറ്റിൻ്റെ 10 ബുക്ക് മേടിച്ചു തരുമോ? ഞാൻ ചോദിച്ചു, എന്തിനാണ് മരിക്കാൻ കിടക്കുന്ന ഈ മനുഷ്യന് ഈ ബുക്ക് നോക്കി വായിക്കാൻ പറ്റുമോ? അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ ഈ അവസാന നാളുകളിൽ ഈ ബുക്കൊക്കെ പിടിച്ചോണ്ടിരിക്കണേ? അപ്പം പുള്ളി പറയാണ്, എന്നെ കാണാൻ വേണ്ടി എല്ലാ ബുധനാഴ്ചയും എൻ്റെ കൂട്ടുകാർ 6-7 പേര് വരും. പക്ഷേ അവരെല്ലാവരും റിലീജിയസ് ആണ്, അവരൊക്കെ വിശ്വാസം പിന്തുടരുന്നവരാണ്. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കരുണക്കൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പലർക്കും ബുക്കില്ല, അതുകൊണ്ട് അച്ഛൻ ആ ബുക്ക് മേടിച്ചു തരണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ചങ്ക് നുറുങ്ങി. ഞാൻ ഓർത്തുപോയി, 94 വയസ്സുള്ള ഈ മനുഷ്യൻ കരുണക്കൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അതിനേക്കാൾ ഉപരിയായി ആ കൂട്ടുകാർക്ക് കരുണക്കൊന്ന് ചെല്ലാനുള്ള പ്രചോദനം കൊടുക്കും. അതൊരു സന്ദേശമല്ലേ? നന്നായിട്ട് ജീവിച്ചതിന്റെ സന്ദേശമല്ലേ? അടയാളമല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം കണ്ണു തുറന്ന് നോക്കണം. കണ്ണിൽ കാണുന്ന ആവശ്യക്കാർക്ക് നമ്മുടെ ജീവിതവും നമ്മുടെ സഞ്ചാരവും സന്ദേശവും പകർന്നു കൊടുത്തില്ലെങ്കിൽ നാം ജീവിക്കുന്ന തിരുനാളും നാം ജീവിക്കുന്ന ആത്മീയതയൊക്കെ ഒരു കപടതയാണ്.
അതുകൊണ്ട് ഞാൻ പറയും, എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ സഞ്ചാരം? എവിടെയാണ് ഞാൻ ഈ മണ്ണിനോട് ചേരുമ്പോൾ എന്ത് സന്ദേശമാണ് എൻ്റെ തലമുറയ്ക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നത്? കഴിഞ്ഞു പോയ ജീവിതത്തെ ഓർത്ത് വേദനിക്കുകയല്ല ചെയ്യുക, മറിച്ച് ജീവിതം ദൈവിക സഞ്ചാരമാക്കി പരിശുദ്ധ അമ്മയെ പോലെ, സെബസ്ത്യാനോസിനെ പോലെ, തോമാസ് ശ്ലീഹായെ പോലെ, അൽഫോൻസാമയെ പോലെ, അന്തോണീസിനെ പോലെ അത്ഭുതങ്ങൾ നിറഞ്ഞ് സഞ്ചാരമാക്കി അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്ദേശമാക്കണം. മാമോദീസയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി ഭർത്താവും ഭാര്യയും എന്നെ കാണാൻ വേണ്ടി വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, 10 മില്യൺ നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് സന്തോഷമില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റി, ദൈവമാണ് അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് അതാണ് ഏറ്റവും വലിയ ലക്ഷ്യവും സമൃദ്ധിയും. നമുക്ക് ഈ തിരുനാൾ ആഘോഷത്തിൽ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ സഞ്ചാരപാതകളെ ക്രമീകരിക്കാം. അത് സന്ദേശത്തിലേക്കുള്ള ജീവിതമാക്കി മാറ്റാം. പരിശുദ്ധ അമ്മയെപ്പോലെയും വിശുദ്ധന്മാരെ പോലെയും ദൈവിക സഞ്ചാരങ്ങളും ദൈവിക സന്ദേശങ്ങളും പേറുന്നവരായി നമുക്ക് മുന്നേറാം. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 30-ാം വചനം പറയുന്നത് പോലെ, താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ വിശുദ്ധീകരിച്ചു. ഞങ്ങൾ ഈ കുടുംബത്തോട് ചേർന്ന് ഈ തിരുനാൾ ആചരിക്കുമ്പോൾ ഞങ്ങളുടെ സഞ്ചാരങ്ങളെ ദൈവിക സഞ്ചാരങ്ങളാക്കി മാറ്റുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ജീവിതം തീരുമ്പോൾ അതൊരു സന്ദേശമായി മാറുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, സെബസ്ത്യാനോസേ, അന്തോണീസേ, അൽഫോൻസാമേ, തോമാസ് ശ്ലീഹായേ, എന്നീ തിരുനാൾ മധ്യേ ഞങ്ങൾക്ക് അഭിഷേകമായി കൃപയുടെ നീർച്ചാലുകൾ ഒരുക്കി ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇലിയുടെ തീക്ഷ്ണതയോടും മോശയുടെ ധൈര്യത്തോടും കൂടി ജീവിതകാലം മുഴുവൻ ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അക്രമക്കാരന് സ്നേഹത്തിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രത്തലവന്മാരെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരഞ്ഞെടുക്കപ്പെടുന്ന വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മോശം നയിച്ചതുപോലെ സ്വർഗീയ ഭരണത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തന്നതുമായ മേത്തരാഴ്ച ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവും ജഗദർശനമായ മാർ ബോസ്കോ മെത്രാനെയും മറ്റു മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉദാഹരണം പ്രതീക്ഷയുമായ ദിശയായി ഈ കൃഷികളുടെ വരവേലയിൽ ആകുന്നതാകുമ്പോൾ നിന്റെ വലത് ഭാഗത്ത് അണിഞ്ഞിരിക്കുവാൻ ഞങ്ങളെ ആഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങളും ആഗ്രഹങ്ങളും പരിശുദ്ധ കന്യാമറിയം വഴിയായി നമുക്ക് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണവുമായ മിശിഹായി, ദൈവദൂതന്മാരാൽ പരിസേവിതനായി കുരിശടയാളത്തോടുകൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധരോടൊന്നിച്ച് അങ്ങേ എതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ
മധുപോലാത്മജനും ദിവ്യരൂഹാക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമോത്തീരാ പാവനമീ ബലിയിൽ സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിതിലൊത്തീരാ നമ്മുടെ കൂടെ ഗണവാനാകും കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ പോലാൻ നിത്യം പരിശുദ്ധ കന്യകാമറിയത്തോടും സകല വിശുദ്ധരോടും ചേർന്ന് നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഘോഷിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടിക്ക് മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും
എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രികന്മാരും മന്ത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മയാച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമേ. വിശ്വാസനേയും വിശ്വാസവുമായ എല്ലാ പ്രവർത്താക്കളെയും സത്യവിശ്വാസത്തിൽ മരിച്ച ഈ ലോകം പുറപ്പെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുമേ. വിശാല കൃപയാൽ ഈ വരെ നമുക്ക് സഹായത്തിന് രക്ഷിക്കും ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരി, വിശേഷത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും വലുതാത്തൊരു വിശ്വാസത്തോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആഹ്റം നിന്ന് എവിടെ അനുസരിക്കുന്നതിനെ സുരക്ഷിതീക്ഷിക്കുകയും ഭാര്യമാരെ പ്രകാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാനസമായി സമാധാനം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സർവ്വത്തിലേക്ക് എഴുതി നിശബ്ദരായി ഏകാന്തരും ഭക്തരും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും രൂപാതൻ സഹവാസവുമീ നമ്മോട് തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ.
കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോബേന്മാരോടും സ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവായ ദൈവമേ, പരിശുദ്ധൻ പരിശുദ്ധൻ ബലവാനായ ദൈവമേ, പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് പരിപൂർണ മനുഷ്യനായി കന്യകാമറിയത്തിൽ നിന്ന് ജാതനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക്
ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ബോസ്കോ പിതാവിന് വേണ്ടി, വാഗ രൂപതാധ്യക്ഷൻ മാർക്ക് പിതാവിന് വേണ്ടിയും പരിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി, പുരോഹിതന്മാർ, സന്യാസിനി സന്യാസികൾ, അൽമായ പ്രേക്ഷിതർ, വചന പ്രഘോഷകർ, മിഷണറിമാർ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിമാം ജനമുതം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി, ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയി ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മരിച്ചവർക്ക് വേണ്ടി, പ്രത്യേകമായി കൊറോണ ബാധിച്ച് മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തു നിൽക്കുന്ന ഈ ദൈവ സമൂഹത്തിന് വേണ്ടി, ഇവിടെ ഓരോരുത്തരുടെയും ഇന്നത്തെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നുവോ, ആരെല്ലാം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നുവോ അവർക്കെല്ലാവർക്കും വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും, ഞങ്ങളോട് വിരോധമുള്ളവർക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വെറുപ്പുള്ളവർക്ക് വേണ്ടിയും, കുടുംബത്തിൽ സമാധാനമില്ലാത്തവർക്ക് വേണ്ടിയും, വിവാഹപ്രായമെത്തിയിട്ടും വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത യുവതി യുവാക്കൾക്ക് വേണ്ടിയും, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിതം നശിപ്പിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുമക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കൾക്ക് വേണ്ടിയും, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയും, എല്ലാ ഗർഭിണികൾക്കും വിധവകൾക്കും ഏകസ്ഥർക്കും വേണ്ടിയും, ദിവസം തിരുനാൾ ആഘോഷിക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടി, അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി
പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. പരിശുദ്ധമ്മയുടെ ജീവിതത്തിൽ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവൾ ക്രിസ്തുവിന് ജന്മം കൊടുത്തു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആത്മാവിൻ്റെ വലിയ വരവും കൃപയും അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് തലകുനിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഈ തിരുശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് കരുണ തോന്നണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരും അശുദ്ധരുമാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷന്റെ അമൂല്യമായ രഹസ്യങ്ങളെ നമുക്ക് ആത്മഭക്തിയായിട്ട് സമീപിക്കാം. അനുവാദത്തിനെ അപരാധം ബന്ധിച്ചുകൊണ്ടും അവളെ കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സാഹചര്യ നാഥനായ ദൈവത്തോട് കൃപയും പാവനെ യാചിക്കുകയും ചെയ്യാം. നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുവിന്റെ വിദേശത്ത് നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുകുർബാന സ്വീകരിക്കുകയും പ്രസ്താവനാൽ പൗത്രികപ്പെടുകയും ചെയ്യാം. യോജിപ്പേട ഭക്തരും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരത്തിലും ആത്മാക്കളുടെ രക്ഷയും കാരണമാകട്ടെ, നിത്യജീവനം കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കിപ്പോൾ എഴുന്നേറ്റ് നിന്ന് ആവർത്തിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ
സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. നമുക്കെല്ലാവർക്കും നമ്മുടെ രക്ഷകനായ മിശിഹായുടെ അക്ഷയമായ ശരീരവും അമൂല്യമായ രക്തവും സ്വീകരിക്കാം. സകലർക്കും വേണ്ടിയുള്ള മിശിഹായുടെ മരണത്തിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. അവന്റെ ഉത്ഥാനത്തിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാം. മാലാഖമാരോട് കൂടി അവന് ഹല്ലേലൂയ പാടുകയും ചെയ്യാം. ജീവിപ്പിക്കുന്ന കർത്താവീശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സർവ്വ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാലിക്കുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. വലതുഭാഗത്തുള്ളവരെ ആദ്യം വരിക, അതിനുശേഷം ഇടതുഭാഗത്തുള്ളവർ വരിക.
പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ശുദ്ധവും പരിശുദ്ധവും ജീവദായകവും ദൈവമേ രസമായി സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്ക് ആർക്കും ഇവിടെ ദൈവത്തിനെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ആത്മശരീരങ്ങളെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിന് കൃപ നൽകിയ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നിന്റെ സൗഭാഗ്യത്തിന്റെ ഉറവിടവും ആചാരവുമായ ഈ കുർബാനയിൽ പങ്കുചേരുവാൻ അങ്ങ് കരുണാപൂർവം ഞങ്ങളെ യോഗ്യരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനും ജീവദാതാവുമായ മിശിഹായെ, സകലത്തെയും പൗത്രീകരിക്കുകയും നിന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയ ദിവസങ്ങൾ സ്വീകരിച്ച് ഞങ്ങളെ ഉയർപ്പിന്റെ മഹത്വത്തോട് അർഹരാക്കണമേ. ഔന്നതമായ ദൈവദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിലെയും നാഥ എന്നേക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ പിഴവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗവാനിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ പാനം ചെയ്യും, മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ദൈവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിൻ നീ ബലിയിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെ നിന്നും നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിരച്ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷ
രക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. ഇതിൽ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ? നിത്യപുരോഹിതനായ ഈശോ അങ്ങേ ദാസരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങയുടെ പൗരോഹിത്യത്തിന്റെ മകനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നടത്തുകയും അങ്ങയോടുകൂടിയായിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മൗത്യത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരിത്യക്ത സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളടയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗ്ഗപിതാവാം സകലേശാ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശാ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ, ദിവ്യാനുഗ്രഹമേകണമേ. കന്യാമേരി വിമലാംബേ ദൈവകുമാരനുമാതാവേ, രക്ഷകനൂരിലംബികയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിതരാം നിർമ്മലമാതാവേ, കരയില്ലാത്തൊരു കന്യകയേ, നീർവഴി കാട്ടും ദീപശിവേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിത്യമഹോന്നത കന്യകയേ, വിവേകമതിയാം കന്യകയേ, വിശുദ്ധയാം സുരകന്യകയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശ്വാസത്തിൻ നിറതുടമേ, കാരുണ്യത്തിൻ നിലയനമേ, നീതി വിളങ്ങും ദർപ്പണമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിജ്ഞാനത്തിൻ വേദികയേ, മാനവോത്സവദായികയേ, ദൈവികമാം കനിനീർ സുമനേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാവീദിൻ തിരുഗോപുരമേ, നിർമ്മലഗന്ധഗോപുരമേ, പൊന്നിൻ പൂമണി മന്ദിരമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാഗ്ദാനത്തിൻ പീഡന
പുലർക്കാലത്തിൻ താരകമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. രോഗമീണ്ടവരാരോഗ്യം പകരും കരുണാസാഗരമേ പാപിക്കവനീരാശ്രയമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. തീരുന്നോർത്തു നിരന്തരമായി സാന്ത്വനമരുളും മാതാവേ ക്രിസ്തുജനത്തിൻ പാളികയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. മാനവനിരയുടെ രാജ്ഞി ഭാവാന്മാരുടെ രാജ്ഞി ശ്രീഹന്മാരുടെ രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കന്യകമാരുടെ രാജ്ഞി വഞ്ചകനിരയുടെ രാജ്ഞി രക്താംഗികരുടെ രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സിദ്ധന്മാരുടെ രാജ്ഞി ഭാരതസഭയുടെ രാജ്ഞി അമരോത്ഭവയാം രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിതരാജ്ഞി സ്വർഗാരോപിതരാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമിനാഥ പാപം പൊറുക്കേണമേ നാഥാ പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമിനാഥ പ്രാർത്ഥന കേൾക്കേണമേ നാഥ പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമിനാഥ ഞങ്ങളിൽ കനിയേണമേ നാഥാ ഞങ്ങളിൽ കനിയേണമേ. മിശിഹാ കർത്താവേ നരകുലപാലകനേ ഞങ്ങളടച്ചിടുമേ പ്രാർത്ഥന തിരുമുൻപിൽ പരിമളവിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം പരിമളവിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം. മിശിഹാ കർത്താവേ നരകുലപാലകനേ ഞങ്ങളടച്ചിടുമീ പ്രാർത്ഥന തിരുമുൻപിൽ പരിമളവിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം പരിമളവിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം. മിശിഹാ കർത്താവേ നരകുലപാലകനേ ഞങ്ങളടച്ചിടുമീ പ്രാർത്ഥന തിരുമുൻപിൽ പരിമളവിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം
പരിശുദ്ധ കന്യാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിക്കണമേ. നീതിമാനായ മാറവ്സേ പിതാവിനെയും സകല വിശുദ്ധന്മാരുടെയും സുഹൃത്തുക്കളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകണമേ. തിരുസഭയിലെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് വരമേൽപ്പിക്കപ്പെട്ടവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃത്തുക്കളാൽ തീഷ്ണരുള്ളവരുമായി തീരുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും ജോർജ് മേലത്ര മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകന്മാർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പേരിൻ്റെയും തിരുനാളിൻ്റെയും കാരണമായ വിശുദ്ധ അൽഫോൻസാമയുടെയും സെബസ്ത്യാനോസിൻ്റെയും അന്തോണീസിൻ്റെയും തോമാസ്ലീഹായുടെയും സുഹൃത്തുക്കളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പാവനപാദം ചേരുന്നു കനകാലയമേ കന്യാമേ, പരലോകത്തിൻ വാതിൽ നീ അമലോത്ഭവയാം മാതാവേ. കഥനം തിങ്ങിതാലങ്ങൾ നിറ കണ്ണുകളോടെ കേഴുന്നു. കഥനം തിങ്ങിതാലങ്ങൾ നിറ കണ്ണുകളോടെ കേഴുന്നു. കരുണ നിറഞ്ഞൊരു മാതേവി വിരവൊടു തൃക്കൺ പാർക്കണമേ, വിരവൊടു തൃക്കൺ പാർക്കണമേ. അമലോത്ഭവയാം മാതാവേ, പാവനപാദം ചേരുന്നു കനകാലയമേ കന്യാമേ, പരലോകത്തിൻ വാതിൽ നീ അമലോത്ഭവയാം മാതാവേ. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ, അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മറ്റ് വിശുദ്ധരുടെയും സുഹൃത്തുക്കൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം.